നമസ്കാരം. ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ, സെന്റർ ഫോർ ഡീപ് ഇക്കോളജിയും നവഗോത്ര സുസ്ഥിര ജീവന സമൂഹവും ചേർന്ന് നടത്തുന്ന പ്രകൃത്യാത്മീയ സഹവാസത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സഹവാസം എന്നാൽ ഒരു കൂട്ടം ആളുകളുടെ ഒരുമിച്ച് ജീവിക്കലാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ ഇന്നിവിടെ ആരംഭിച്ച സഹവാസം ഒരു ഫെലോഷിപ്പ് കൂടിയാണ്. അതായത് ഒരു പ്രത്യേക വീക്ഷണത്തെ, ഒരു പ്രത്യേക ആശയത്തെ, ഒരു നവദർശനത്തെ സഹയാത്ര ചെയ്യുന്നവരുടേതായ ഒരു ബന്ധുത്വ സമൂഹം. നാം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. നമുക്ക് പ്രയോജനപ്പെടുന്ന ഒന്ന് എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തികച്ചും മനുഷ്യ കേന്ദ്രിതമായാണ് നാം പ്രകൃതിയെ സമീപിക്കുന്നതും അതിനെ സംരക്ഷിക്കണമെന്ന് കരുതുന്നതും. എന്നാൽ പ്രകൃതിയിലെ മറ്റേതൊരു ജീവിയെയും പോലെ ഒരു കോശം മാത്രമാണെന്ന സത്യത്തെ വിശദീകരിക്കുന്ന ഒരു പാരിസ്ഥിതിക മുന്നേറ്റമാണ് ഡീപ് ഇക്കോളജി. ഡീപ് ഇക്കോളജിയിൽ അധിഷ്ഠിതമായ ഒരു പ്രകൃതി തത്വശാസ്ത്ര ദർശനമാണ് ഒളിമ്പസ്. ഒളിമ്പസിനെ ആധാരമാക്കിയുള്ള ഒരു നവഗോത്ര സംസ്കൃതിയെ പരിചയപ്പെടുത്തുകയാണ് 2 ദിനങ്ങൾ നീളുന്ന ഈ സഹവാസത്തിലൂടെ. 1981 പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്ത് കുട്ടികളുടെ പരിസ്ഥിതി ശാസ്ത്ര സംഘടനയായി ആരംഭിച്ച ടാലബ് ശാസ്ത്ര സാംസ്കാരിക കേന്ദ്രമാണ് ഒളിമ്പസിന്റെ ആദ്യകാല പണിപ്പുര. 1986 നിലനിൽപ്പിനു വേണ്ടിയുള്ള സ്വാശ്രയ ജീവിത പദ്ധതി വിഭാവനം ചെയ്യുന്നതിലൂടെയാണ് സമഗ്രമായ ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളെയും ഇഴചേർത്തും ഇഴപിരിച്ചും പഠിച്ചു തുടങ്ങുവാൻ ഒളിമ്പസ് ആരംഭിക്കുന്നത്. പഠന സൗകര്യാർത്ഥം 1990 ഭൗതിക, ആത്മീയ, മനഃശാസ്ത്ര സമന്വയമായി ഒളിമ്പസ് ആശ്രമം സ്ഥാപിതമാകുന്നത്. തുടർന്ന് 1994 ചെന്നൈയിൽ ആരംഭിച്ച ഹൗസ് ഓഫ് ഒളിമ്പസ് എന്ന ഇക്കോ കമ്മ്യൂൺ അഥവാ പ്രകൃതി കേന്ദ്രിത കൂട്ടുജീവിത കേന്ദ്രത്തിൽ നിന്നുമാണ് ഒളിമ്പസ് ദർശനം ഉരുവാകുന്നത്. തുടർന്ന് 1997 മുതൽ 2003 വരെ തത്തമംഗലത്ത് തന്നെ പ്രകൃതി കേന്ദ്രിത കൂട്ടുജീവിത കേന്ദ്രമായി തുടരുകയും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 2006 മുതൽ നവഗോത്ര ഇക്കോസഫിക്കൽ കമ്മ്യൂണായി പ്രവർത്തിച്ചു പോരുകയും ചെയ്യുന്നു. മരം വെട്ടിയുണ്ടാക്കിയ പേപ്പർ ഉപയോഗിച്ച് പുസ്തകങ്ങൾ അച്ചടിക്കാത്തത് കൊണ്ട് ഒളിമ്പസിന് ഓൺലൈൻ വഴി മാത്രമാണ് വായനക്കാരുള്ളത്. അങ്ങനെ 10ലധികം രാജ്യങ്ങളിലായുള്ള വായനക്കാരും പഠിതാക്കളും വിരലിലെണ്ണാവുന്ന ഒളിമ്പസ് ഫെലോകളും ഫാക്കൽറ്റികളുമാണ് ഇന്ന് ഒളിമ്പസിനുള്ളത്. ലോകത്തിന് നാളെയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള സമവാക്യം നെയ്തെടുക്കുന്നതിൽ ഒളിമ്പസിന്റെ പഠിതാക്കൾക്കും സഹയാത്രികർക്കും കൃത്യമായ ഒരു വേഷമുണ്ടെന്ന തിരിച്ചറിവിലാണ് ഇന്നും ഒളിമ്പസ് യാത്ര തുടരുന്നത്. ഒളിമ്പസിനെ സ്വായത്തമാക്കാവുന്ന വഴികൾ: വായന, കേൾവി, പഠനം എന്നിവയിലൂടെ പരിചയപ്പെട്ടു വരുന്ന ഒരു അന്വേഷകന് ഗാഢ പരിസ്ഥിതി ശാസ്ത്ര സാക്ഷരതാ പരിപാടിയിലൂടെയും സഹവാസങ്ങളിലൂടെയും പ്രാഥമിക പരിശീലനങ്ങൾ നേടാവുന്നതാണ്. തുടർന്ന് വ്യക്തിജീവിതത്തിലും ഒളിമ്പസിന്റെ നവഗോത്ര ഗുരുകുലത്തിലും സാധനയായും സേവനമായും സ്വാധ്യായമായും സമർപ്പണമായും ചെയ്തുകൊണ്ട് ഒളിമ്പസിന്റെ വിഷയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുകയും ആത്യന്തികമായി ഒളിമ്പസ് എന്ന തിരിച്ചറിവിലേക്ക്, ബോധ്യപ്പെടലിലേക്ക് ചെന്നെത്താവുന്നതുമാണ്. ഒളിമ്പസ് വിവിധ പദ്ധതികളിലൂടെയാണ് നടപ്പിലാക്കപ്പെടുന്നത്. നിലവിലുള്ള ഗ്രാമങ്ങളെ സ്വാശ്രയ ജീവിതപാതയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഗ്രാമോദയ പദ്ധതി, പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും സാമൂഹ്യ പ്രവർത്തകരെയും ഡീപ് ഇക്കോളജിയുടെ ധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഡീപ് ഇക്കോളജിക്കൽ ലിറ്ററസി പ്രോഗ്രാം, ക്യാമ്പസുകളിൽ ഹരിത പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ക്യാമ്പസ് ഗ്രീൻ, കുടുംബങ്ങളിലും വ്യക്തികളിലും സാരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേദിയാകുന്ന സമഗോത്ര സമൂഹം എന്ന ഈ സഹവാസ പരിപാടികൾ എന്നിവയെല്ലാമാണ് ഒളിമ്പസിന്റെ ബാഹ്യ പദ്ധതികൾ. നവഗോത്ര സഹവാസങ്ങൾ കൂടാതെ പ്രാദേശികമായി നടത്തപ്പെടുന്ന സത്സംഗങ്ങളും നവഗോത്ര സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത്. ഈ വിഷയങ്ങളിന്മേൽ ഔദ്യോഗികമായ പഠന ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ, സെന്റർ ഫോർ ഡീപ് ഇക്കോളജി.
കേരളത്തിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് ഇക്കോ വില്ലേജായ ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജ്, ഹരിത തൊഴിലുകൾക്കായി ആരംഭിക്കുന്ന നവഗോത്ര ഹരിത തൊഴിൽ ഗ്രാമം, ലോകത്തിലെ ആദ്യത്തെ ഇക്കോസഫിക്കൽ സർവകലാശാലയായ ഗ്രീൻ ക്രോസ് ഇക്കോസഫിക്കൽ യൂണിവേഴ്സിറ്റി, ഭാവി സമൂഹത്തിന് പൊതുനിക്ഷേപമാക്കി മാറ്റാവുന്ന ഗ്രീൻ ക്രോസ് അസ്പർശവനം എന്നിവ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രായോഗിക പദ്ധതികളാണ്. നിലവിൽ അവഗാഹമുള്ള പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും കുറവ് നികത്തുന്നതിനും കൂടി വേണ്ടിയാണ് നവഗോത്ര സമൂഹം കേരളമെങ്ങും ഈ സഹവാസങ്ങൾ നടത്തിവരുന്നത്. ഒളിമ്പസിനെ ആധാരമാക്കിയുള്ള ഒരു നവഗോത്ര സംസ്കൃതിയെ പരിചയപ്പെടുകയാണ് ഈ 2 ദിനത്തിലൂടെയുള്ള സഹവാസത്തിലൂടെ. ഈ സഹവാസം ഒരു തുടർ പഠന പരിപാടി കൂടിയാണ്. പ്രകൃതി എന്ത്, പ്രപഞ്ചം എന്ത്, പരമാണു മുതൽ ഈ പ്രപഞ്ചം വരെ എങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു, എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇതിൽ നമ്മൾ എവിടെയാണ് നിലകൊള്ളുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ മുൻപോട്ട് പോക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിനെ സുസ്ഥിരമായും വിജയകരമായും മുൻപോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, പ്രകൃതി നിയമങ്ങളെ ജീവിത വിജയത്തിനായി എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം, നമ്മുടെ മനസ്സും പ്രകൃതിയുടെ മനസ്സും ഏത് രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു, നമ്മുടെ ശരീര സംവിധാനവും പ്രകൃതിയുടെ സംവിധാനവും എങ്ങനെ ഏകതാനമായി നിൽക്കുന്നു എന്നിങ്ങനെയെല്ലാമുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒളിമ്പസ് നൽകുന്നത്. ഓരോ വ്യക്തിയിലും പ്രകൃതിയെ ബോധ്യപ്പെടുവാനുള്ള ശേഷിയും പ്രകൃതിയെ ബോധ്യമാകാൻ കഴിയാത്ത പരിമിതിയും അടങ്ങിയിരിക്കുന്നു. ഈ വൈരുദ്ധ്യത്തെ അടിസ്ഥാന പരിശീലനങ്ങളിലൂടെ സ്വയം ബോധ്യപ്പെടാൻ സഹായിക്കുകയാണ് ഒളിമ്പസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിക്ക് അയാളുടെ സ്വത്വത്തെ തിരിച്ചറിയാനുള്ള ആദ്യഘട്ട പരിശീലനമാണ് ഈ 2 ദിനങ്ങളിലെ സഹവാസത്തിലൂടെ സംഭവിക്കുന്നത്. ഈ സഹവാസത്തിൽ പ്രധാനമായും നമ്മുടെ വിഷയങ്ങളെ പരിചയപ്പെടുത്തൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇവിടെ നാം അനുവർത്തിക്കുന്ന അധ്യാപന രീതി എന്നത് മയോട്ടിക് അധ്യാപന രീതിയാണ്. ഇതുകൂടാതെ പ്രപഞ്ചത്തിന്റെ ഒട്ടേറെ നിഗൂഢ തലങ്ങളെ ശാസ്ത്രീയമായി വിശദീകരിക്കുന്ന ഇക്കോജെനിസിസ് എന്ന വിഷയാവതരണം ഈ സെഷനുകളുടെ എല്ലാം കേന്ദ്രമായി നിലകൊള്ളുന്നു. ആത്മീയതയുടെ ശാസ്ത്രമെന്നോ ശാസ്ത്രത്തിന്റെ ആത്മമെന്നോ വിശേഷിപ്പിക്കാവുന്ന ഈ വിഷയമാണ് ഈ ഫെലോഷിപ്പിന്റെ കാതൽ. ഇക്കോജെനിസിസിനെ ആധാരമാക്കിയാണ് നാം ഒളിമ്പസിന്റെ സർവ്വ പ്രപഞ്ച പാഠങ്ങളും അറിയാൻ പോകുന്നത്. ഇക്കോജെനിസിസ് എന്ന സെഷനും മറ്റു പരിശീലനങ്ങളും നമ്മിലുളവാക്കുന്ന ജിജ്ഞാസയ്ക്കുള്ള മറുപടിയാണ് ഓപ്പൺ സെഷനുകളിലൂടെ നൽകുന്നത്. ഈ സഹവാസത്തിൽ നിന്നും അടുത്ത സഹവാസം വരെയുള്ള യാത്രകളിൽ നമുക്കുണ്ടാകുന്ന ഏത് മൗലിക ചോദ്യവും ഓപ്പൺ സെഷനുകളിൽ ഉന്നയിക്കാവുന്നതാണ്. ഒളിമ്പസിന്റെ സാക്ഷാത്കാരകർ അതിനുത്തരം കണ്ടെത്താൻ നമ്മെ സഹായിക്കും. അതിനാൽ സഹവാസത്തിൽ നിന്നല്ല, സഹവാസങ്ങളിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ജീവിതത്തിൽ നിന്നുമാണ് പ്രകൃതിയെ അന്വേഷിക്കുന്നതിനുള്ള ജിജ്ഞാസ നമ്മിൽ ഉണ്ടാകേണ്ടത്. പ്രകൃതിയെക്കുറിച്ച് ലോകമെമ്പാടും പാഠങ്ങളുണ്ട്. പ്രകൃതി സംരക്ഷണവും പ്രകൃതി ചികിത്സയും പ്രകൃതി കൃഷിയും ഒക്കെയൊക്കെ പഠിക്കുവാൻ ലോകമെമ്പാടും വേദികളുമുണ്ട്. അവിടെയൊക്കെ അന്വേഷണം നടത്തി അതിനുമപ്പുറത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നവർക്കുള്ള പക്വതയാർന്ന ഒരു പഠനവേദിയാണ് ഈ ഗുരുകുല സഹവാസം. അതുകൊണ്ട് തന്നെ തർക്കങ്ങളെയും വാഗ്വാദങ്ങളെയും നാം ഇവിടെ പാടെ ഒഴിവാക്കുന്നു. മുൻപ് പഠിച്ച പാഠങ്ങളുടെ മുൻവിധികൾ നമുക്ക് പൂർണ്ണമായും തടസ്സമാകും എന്നതുകൊണ്ട് തന്നെ മുൻവിധികളില്ലാതെ എല്ലാം സ്വായത്തമാക്കുവാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ഒരു കാര്യം ഒരു തവണ കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ നമുക്കൊരിക്കലും പൂർണ്ണമായും മനസ്സിലാവുകയില്ല. ഓർക്കുക, ഒരു കാര്യം ഒരു തവണ കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ നമുക്കൊരിക്കലും ബോധ്യമാവുകയില്ല. ഒളിമ്പസ് അനുസരിച്ച് ഈ പ്രാഥമിക പാഠങ്ങൾ എന്തെന്ന് അറിഞ്ഞു തുടങ്ങാൻ ചുരുങ്ങിയത് 4 തവണയെങ്കിലും ഇതിന്റെ പ്രാഥമിക പാഠങ്ങളിലൂടെ നാം യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിനാൽ എല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി ബോധ്യപ്പെട്ട് മനസ്സിൽ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക.
പുതിയതായി കിട്ടുന്നതെല്ലാം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ സുഖകരവും സമ്പൂർണവുമായ ഒരു അധ്യയന അഭ്യസനം നവഗോത്ര സമൂഹത്തിന്റെ ബന്ധുക്കൾക്കെല്ലാം ആശംസിക്കുന്നു. നാം ഇവിടെ 3 നാൾ ഒത്തുകൂടി ഉണ്ടുറങ്ങി ഒരുമിച്ച് ജീവിച്ച് പിരിഞ്ഞു പോകലല്ല ലക്ഷ്യമെന്ന് ഇതിനകം ബോധ്യമായി കാണുമല്ലോ. അതായത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത് ഡീപ്പ് ഇക്കോളജിയെക്കുറിച്ചുള്ള ഒരു തുടർ പഠന പരിപാടിയാണ്. ഡീപ്പ് ഇക്കോളജിയുടെ മേഖലയിൽ വേണ്ടുന്ന പരിജ്ഞാനമുള്ളവരുടെ മാനവ വിഭവശേഷി ഇന്ന് ഭാരതത്തിൽ നന്നേ കുറവാണ്. ഈ കുറവ് നികത്തുന്നതിനും നവഗോത്ര സമൂഹം സ്ഥാപിക്കുവാനൊരുങ്ങുന്ന സമ്പൂർണ്ണ സ്വാശ്രയ മാതൃകാ പ്രകൃതി ഗ്രാമത്തിൽ, അതായത് ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജിൽ സ്ഥിരമായോ ഇടയ്ക്കിടയ്ക്കോ താമസിക്കുവാനുള്ള കുടുംബങ്ങളെയും വ്യക്തികളെയും കണ്ടെത്തുവാൻ കൂടിയാണ് നാം ഈ സഹവാസം തുടർച്ചയായി നടത്തിവരുന്നത്. 35 വർഷങ്ങൾ കൊണ്ടുണ്ടായ വളരെ ആഴത്തിലുള്ള ഒരു പാഠ്യപദ്ധതി ഡീപ്പ് ഇക്കോളജിയുടെ മേഖലയിൽ ഒളിമ്പസിന് സ്വന്തമായുണ്ട്. അതിനെ ആധാരമാക്കി ചില ലോക സർവകലാശാലകളുടെ പരിസ്ഥിതി വിഭാഗവും പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് വിഭാഗവും ക്ലാസുകൾ നടത്തി വരുന്നുണ്ട്. എങ്കിലും ഈ മേഖലയിൽ പഠനങ്ങളോ ആധികാരികമായ ഗവേഷണങ്ങളോ മിക്കയിടത്തും ഇല്ല എന്നതുകൊണ്ട് തന്നെ നാം ലോകത്തെ ആദ്യത്തെ ഇക്കോസഫിക്കൽ സർവകലാശാല ആരംഭിക്കുകയാണ്. അതിലേക്കുള്ള ചവിട്ടുപടികളാണ് ഈ ഫെലോഷിപ്പിലെ പഠനതലങ്ങൾ. ഈ പഠനതലങ്ങളെ 3ആയി തിരിക്കാം. അതിഥി ഘട്ടം, നവഗോത്ര ഘട്ടം, ഒളിമ്പസ് ഘട്ടം. ഒരു തവണ സഹവാസത്തിൽ പങ്കെടുക്കുന്നവരെ അതിഥികളായും 2 തവണ പങ്കെടുക്കുന്നവരെ വളണ്ടിയറായും 3 തവണ പങ്കെടുക്കുന്നവരെ ഇന്റേണുകളായും നാം കരുതിപ്പോരുന്നു. ഇതാണ് അതിഥി ഘട്ടം. 3 ഫെലോഷിപ്പുകളിൽ നിന്നും ബോധ്യമായ വിഷയങ്ങളെ പറ്റിയുള്ള പ്രബന്ധാവതരണത്തോടുകൂടി ഒരു അതിഥി ഫെലോ ആയി മാറുന്നു. നവഗോത്ര ഫെലോ, ആക്ടിംഗ് ഫാക്കൽറ്റി, ഫാക്കൽറ്റി എന്നിങ്ങനെ 3 തലങ്ങളാണ് നവഗോത്ര ഘട്ടത്തിലുള്ളത്. അതേസമയം അക്കാഡമിക്സ്, സ്പിരിച്വാലിറ്റി, അഡ്മിനിസ്ട്രേഷൻ എന്നീ 3 ധാരകളിൽ കൂടി ഫാക്കൽറ്റിഷിപ്പ് നേടുന്നവരാണ് നവഗോത്ര ഘട്ടവും കടന്ന് ഒളിമ്പസ് പഠനത്തിന് യോഗ്യരാകുന്നത്. ഒളിമ്പസ് പഠനം പൂർണ്ണമായും ഒളിമ്പസിന്റെ നവഗോത്ര ഗുരുകുലത്തിൽ വെച്ചാണ് നടക്കുക. ഇവിടെ ഇമേഴ്സറി, ഡെഡിക്കേറ്ററി, കംപ്ലീഷറി എന്നീ 3 ഘട്ടങ്ങൾ കടന്നു കഴിയുമ്പോഴാണ് ഒരാൾക്ക് ഒളിമ്പസ് മോങ്ക് അല്ലെങ്കിൽ ഒളിമ്പസ് സന്യാസിയാകാൻ കഴിയുക. ഈ പഠനധാരയിൽ വന്നെത്തുന്ന മുഴുവൻ ആളുകളും ഒളിമ്പസ് മോങ്ക് ആകുമെന്നോ ആകണമെന്നോ നമുക്ക് യാതൊരു നിർബന്ധവുമില്ല. അവരവരുടെ ശേഷിക്കും ആർജവത്തിനും പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പിനും അനുസരിച്ച് സാധ്യമായ എത്തിച്ചേരൽ സ്വാഭാവികമായി സംഭവിച്ചുകൊള്ളും. ഇത്രയും കൊണ്ട് സഹവാസത്തെയും ഫെലോഷിപ്പിനെയും കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അറിയേണ്ടവർക്ക് ഓപ്പൺ സെഷനുകളിലോ സ്വകാര്യ സംഭാഷണങ്ങളിലോ നവഗോത്ര ഫെലോകളോട് ചോദിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ്. നിങ്ങളേവർക്കും സന്തോഷകരവും ഏകദാനവുമായ സഹവാസവും ജ്ഞാനയാത്രയും ആശംസിച്ചുകൊണ്ട് ഹരിതാഭിവാദനങ്ങളുടെ പൊന്നിയൊളിമ്പ.